ഇപ്പോൾ മന്ത്രിസഭാ യോഗം ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മന്ത്രിമാരായിട്ടുള്ള ആളുകളൊക്കെ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ചുമതല ഏൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗം ചേരുവാനായി മന്ത്രിമാരെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകും. അത് എങ്ങനെയാണ്, എപ്പോഴാണ് പ്രാബല്യത്തിൽ വരിക, എന്തെല്ലാം വ്യവസ്ഥകളാണ് ഇതിനൊക്കെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടാകും. ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ആദ്യ ക്യാബിനറ്റ് യോഗം, UDF മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗം മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിലേക്ക് പങ്കെടുക്കുവാനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. അല്പസമയം മുൻപാണ്, രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങിയത്. അതിനുശേഷം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ വസതിയിലേക്ക് പോയി ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി അവരുടെ ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ അടക്കമുള്ള ആളുകളും ഇപ്പോൾ എത്തുന്നുണ്ട്. മറ്റ് ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും അവിടെ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണിപ്പോൾ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആദ്യ മന്ത്രിസഭ UDFന്റെ ആദ്യ മന്ത്രിസഭ യോഗത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിൽ എന്തെല്ലാം തീരുമാനങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ചർച്ചയാകും, ഈ തീരുമാനങ്ങൾ പിന്നീട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുന്നതായിരിക്കും എന്നുള്ള വിവരം കൂടിയുണ്ട്. അപ്പോൾ അതിൽ എന്തെല്ലാം തീരുമാനങ്ങളാകും ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ഒരു പുതിയുഗ യാത്രാവേളയിലൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ വി ഡി സതീശൻ നൽകിയിരുന്നു. അതുമാത്രമല്ല, 5ന് ഗ്യാരണ്ടിയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതൊക്കെ ഏത് രീതിയിലാണ് നടപ്പിലാക്കുക എന്നറിയേണ്ടതുണ്ട്. അർജുൻ രാജ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ആദ്യ ക്യാബിനറ്റ് യോഗം ചേരാൻ തുടങ്ങുന്നു. മന്ത്രിമാരെല്ലാം എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യ ക്യാബിനറ്റ് യോഗം. ഇനി അറിയേണ്ടത് ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാകും ചർച്ചയാകുക. ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? എങ്ങനെയാണെങ്കിൽ അത് എപ്പോഴത്തേക്കാകും നടപ്പിലാക്കുക? എന്തെല്ലാം വ്യവസ്ഥകളാകും അതിനൊക്കെ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അർജുൻ, അവിടെ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിട്ടുണ്ടോ? വിവരങ്ങൾ. ഒന്നാം UDF സർക്കാരിന്റെ, വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം തുടങ്ങുന്നു. മന്ത്രിമാർ എത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിനകത്തേക്ക്. ഓഫീസിലെത്തി വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ആദ്യ ക്യാബിനറ്റ്, വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് ആരംഭിക്കും. മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായിട്ടില്ലെങ്കിലും എല്ലാ മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കാനായി സെക്രട്ടേറിയറ്റിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ആദ്യ ക്യാബിനറ്റിൽ എന്ന് തന്നെയാണ് അറിയേണ്ടത്. അതിൽ ഒന്നാമത്തേത് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതാണ്. അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഇടം നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നേരത്തെ തന്നെ ആശാവർക്കർമാരുടെ സമരവേദിയിലെത്തി വി ഡി സതീശൻ പ്രഖ്യാപിച്ചതാണ്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നുള്ളത്. അതുകൊണ്ട് അത് ഈ ക്യാബിനറ്റിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തേത് KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടാണ്. അത് എങ്ങനെ നടപ്പാക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രാരംഭമായിട്ടുള്ള നടപടികളെങ്കിലും ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തന്നെ പ്രഖ്യാപിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയും ഉണ്ട്. ഏതായാലും ഈ ആദ്യ ക്യാബിനറ്റ് അധിക സമയം നീണ്ടുപോകാനുള്ള സാധ്യത ഇല്ല. പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മന്ത്രിസഭാ യോഗം പിരിയാനാണ് സാധ്യത. അതിനുശേഷം എന്താണ് മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ ക്യാബിനറ്റിലെ തീരുമാനങ്ങൾ എന്നുള്ളത് വാർത്താ സമ്മേളനം വിളിച്ച് വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശരി അർജുൻ, ആദ്യ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തും. അതിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിക്കും. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്, വൻ ജനാവലിയെ സാക്ഷിയാക്കി നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ വസതിയിലേക്ക്, ലോക് ഭവനിലേക്ക് എത്തി അവിടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക്
മടങ്ങിയെത്തി, ഔദ്യോഗിക വാഹനങ്ങളിൽ മടങ്ങിയെത്തി ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഈ മന്ത്രിമാർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ്, ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം പല സൂചനകളും അഭ്യൂഹങ്ങളും മാത്രമാണ് ഈ ഒരു സമയത്തുള്ളത്. അതിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമോ പ്രഖ്യാപനങ്ങളോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇപ്പോൾ മന്ത്രിമാരെല്ലാം എത്തി ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിക്കുന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം വി.ഡി. സതീശന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആദ്യ ക്യാബിനറ്റ് യോഗം ചേരുന്നത്. രണ്ടാമനായി PK കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളാണ്, മന്ത്രിസഭാ യോഗത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷമാകും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയും, എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ മന്ത്രിമാരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ വന്നു ഇരിക്കുന്നുണ്ട്. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിലാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അല്പസമയം മുൻപാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. അതിനുശേഷം മന്ത്രിമാരെല്ലാവരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഈ ഒരു മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകും. ഈ കാര്യങ്ങളിലൊക്കെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.